ഈ കൺഫൈൻഡ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ ടാങ്കുകൾ, പിറ്റ്, മാൻഹോൾ പോലുള്ള ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സേഫ് ആയിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിലും അകത്ത് നമുക്ക് കാണാനാകാത്ത രീതിയിലുള്ള ടോക്സിക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഈ കൺഫൈൻഡ് സ്പേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സംഭവം അറിയാം, ഈ ഹൈഡ്രജൻ സൾഫൈഡ്, പിന്നെ അതുപോലെ കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ പോലുള്ള വാതകങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലേ? പിന്നെ ഈ സേഫ്റ്റി ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഈ ഓക്സിജൻ ലെവൽ 19.5% താഴെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഒന്നും ലഭിക്കാതെ സഫോക്കേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ആദ്യം തലവേദന, തലചുറ്റല്, ശ്വാസം മുട്ടല് എന്നിവയൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗുരുതരാവസ്ഥയിലേക്കും അൺകോൺഷ്യസിലോട്ടൊക്കെ ഇത് നയിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ കൺഫൈൻഡ് സ്പേസിൽ എൻട്രി ആവുന്നതിന് മുമ്പ് നമ്മൾ ഗ്യാസ് ഡിറ്റക്ടേഴ്സ് പോലുള്ള ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മതിയായിട്ടുള്ള വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണം. റെസ്പിറേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റ്, ഗ്ലൗസ് പോലുള്ള PPEs നിർബന്ധമായിട്ട് അവിടെ ധരിച്ചിരിക്കണം. പിന്നെ ജോബ് നടക്കുന്ന സമയത്ത് ഗ്യാസ് ലെവൽ നമ്മൾ നിരന്തരം മോണിറ്റർ ചെയ്യുകയും വേണം. പിന്നെ അതുപോലെ തന്നെ പുറത്ത് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഒരു പേഴ്സണും ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചെറിയ മുൻകരുതലുകൾ തന്നെ വലിയ അപകടങ്ങൾ ഒഴിവാക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാനും ഇത് സഹായിക്കും.